ഈ ഗ്രാമത്തിൻ്റെ പേര് ശ്രീരാമസ്വാമിയുടെ നാമധേയത്തിലുള്ള രാമപുരം എന്നായി. ലക്ഷ്മണസ്വാമി കൂടപ്പുരം എന്ന് പറഞ്ഞ സ്ഥലത്തും ഭരതസ്വാമി അമനകര എന്ന് പറഞ്ഞ സ്ഥലത്തും ശത്രുഘ്നസ്വാമി മേതിരി എന്ന് പറഞ്ഞ സ്ഥലത്തും ആണ് അവിടെ ഉള്ളത്. ശ്രീരാമസ്വാമി അവരെ സന്ദർശിക്കാനായിട്ട് ഈ 3 അമ്പലങ്ങളിലും പോയി തിരിച്ചിവിടെ വന്നു. അങ്ങനെ ഒരു പ്രദക്ഷിണം ഉണ്ടായി. അതിനെ ഓർമ്മിപ്പിക്കാനായിട്ടാണ് പിൽക്കാലത്ത് ഭക്തജനങ്ങൾ ഈ 4 സ്ഥലങ്ങളിൽ രാമായണ മാസം ദർശനം നടത്തുന്നത്. അതായത് ക്ഷേത്രത്തിനകത്ത് പ്രദക്ഷിണം വയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ മതിക്കകത്തോടെ പ്രദക്ഷിണം വയ്ക്കുന്നതിന് പ്രാധാന്യമുണ്ട്. അതിൽ കൂടുതൽ പ്രാധാന്യമുണ്ട് ചുറ്റുമതിലിൻ്റെയും പുറത്തോടെ പ്രദക്ഷിണം വയ്ക്കുന്നതിന്. അതിലും പ്രാധാന്യമുള്ളതാണ് ശരിക്കും രാമപ്രദക്ഷിണം എന്ന് പറയുന്നത്. ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നുള്ള ഒരു ക്രമത്തിലാണ് പലരും ചെയ്യുന്നത്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരുടെ പ്രായത്തിൻ്റെ അനുസരിച്ചുള്ളത്. നമസ്കാരം. കർക്കിടക മാസത്തിൽ ഏറ്റവും പുണ്യമാണ് നാലമ്പല ക്ഷേത്ര ദർശനം. കർക്കിടക മാസം ആരംഭിച്ചതോടെ പാലാ രാമപുരവും നാലമ്പല ക്ഷേത്ര ദർശനത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം, കൂടപ്പുലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം, അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രം, മേതിരി ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നിവയാണ് നാലമ്പല ക്ഷേത്രങ്ങളിൽ പ്രധാനമായിട്ടുള്ളവ. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പോലും നിരവധി ഭക്തജനങ്ങളാണ് പാലാ രാമപുരത്ത് നാലമ്പല ദർശനത്തിനായി എത്തിച്ചേരുന്നത്. ഈ രാമപുരം എന്ന പേര് പോലും ശ്രീരാമസ്വാമിയുടെ ചരിത്രവും പുരാണവുമൊക്കെയായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീതാ പരിത്യാഗത്തിന് ശേഷം ശ്രീരാമചന്ദ്രൻ ദുഃഖിതനായി പണ്ട് വനവാസകാലത്ത് സീതയുമായി സഞ്ചരിച്ച വഴികളിലൂടെയെല്ലാം നടന്ന അവസാനം രാമപുരത്തെത്തുകയും ഇവിടുത്തെ പ്രകൃതി ഭംഗി കണ്ട് അദ്ദേഹത്തിന് മനസ്സിന് സമാധാനം ഉണ്ടാകുകയും ഇവിടെ ഇരുന്ന് ധ്യാനിക്കുകയും ചെയ്തു. അപ്പോൾ ജ്യേഷ്ഠനെ കാണാഞ്ഞ് അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരായ ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നിവർ അന്വേഷിച്ച് ഇവിടെ എത്തുകയും തിരിച്ച് അയോധ്യയിലേക്ക് വരുവാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം അതിന് സമ്മതിച്ചില്ല. അവരോട് പറഞ്ഞു അയൽ ഗ്രാമങ്ങളായ 2-3 ഗ്രാമങ്ങളുടെ പേര് പറഞ്ഞ് അവിടെ പോയി തപസ്സിരിക്കാൻ പറഞ്ഞു, ധ്യാനിക്കാൻ പറഞ്ഞു. അങ്ങനെ കാലക്രമേണ അവിടെ അമ്പലങ്ങളുണ്ടായി. ഈ ഗ്രാമത്തിൻ്റെ പേര് ശ്രീരാമസ്വാമിയുടെ നാമധേയത്തിലുള്ള രാമപുരം എന്നായി. ലക്ഷ്മണസ്വാമി കൂടപ്പുരം എന്ന് പറഞ്ഞ സ്ഥലത്തും ഭരതസ്വാമി അമനകര എന്ന് പറഞ്ഞ സ്ഥലത്തും ശത്രുഘ്നസ്വാമി മേതിരി എന്ന് പറഞ്ഞ സ്ഥലത്തും ആണ് അവിടെ ഉള്ളത്. അവിടെയൊക്കെ അമ്പലങ്ങളുണ്ട്. അപ്പോൾ ഇവർ ധ്യാനനിരതരായിരുന്നപ്പോൾ ശ്രീരാമസ്വാമി അവരെ സന്ദർശിക്കാനായിട്ട് ഈ 3 അമ്പലങ്ങളിലും പോയി തിരിച്ചിവിടെ വന്നു. അങ്ങനെ ഒരു പ്രദക്ഷിണം ഉണ്ടായി. അതിനെ ഓർമ്മിപ്പിക്കാനായിട്ടാണ് പിൽക്കാലത്ത് ഭക്തജനങ്ങൾ ഈ 4 സ്ഥലങ്ങളിൽ രാമായണ മാസം ദർശനം നടത്തുന്നത്. പിന്നെ ഇവിടുത്തെ പൂജകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ നിർമ്മാല്യത്തിന് ശേഷം ഉഷപൂജ, എതിർത്തെ പൂജ, പിന്നെ പന്തീരടി പൂജ, അത് കഴിഞ്ഞ് വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം അത്താഴപൂജ, അങ്ങനെ പൂജകളാണ്. സമയത്തിന് ശനി ഞായർ ദിവസങ്ങളിൽ രാമായണ മാസങ്ങളിൽ കുറച്ച് വ്യത്യാസമുണ്ട് നട തുറക്കുന്നതിനും അടയ്ക്കുന്നതിനും. പിന്നെ ഭക്തജനങ്ങൾക്കായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇവിടെ. മിക്കവാറും ദിവസങ്ങളിൽ തിരക്ക് ഉള്ള ദിവസങ്ങളിൽ ആഹാരം, പിന്നെ വെള്ളം, അന്നദാനം ഉണ്ട്. മിക്കവാറും ഞായറാഴ്ചകളിലായിരിക്കും. പിന്നെ അമനകര അമ്പലത്തിൽ എല്ലാ ദിവസവും ഉണ്ട്. നിരവധി ഭക്തജനങ്ങൾ ഇവിടേക്ക് എത്തുന്നുണ്ട്, ലക്ഷക്കണക്കിന്. എല്ലാ സ്ഥലവും എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ഥലമില്ല. ഇവിടെ 2-3 കിലോമീറ്റർ നീളത്തിൽ ക്യൂ വരാറുണ്ട് ചില ഞായറാഴ്ചകളിൽ. അതുകൊണ്ട് കഴിയുന്നതും വീക്ക് ഡേയ്സിൽ വരികയാണെങ്കിൽ അധികം തിരക്കില്ലാതെ തൊഴുതിട്ട് പോകും. സൺഡേ ഒക്കെ വരികയാണെങ്കിൽ 4-5 മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വരും. അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. പിന്നെ പോലീസിൻ്റെ നല്ല സഹായമുണ്ട്, മെഡിക്കൽ വിഭാഗത്തിൻ്റെ നല്ല സപ്പോർട്ടുണ്ട് അവർ. പിന്നെ അതുകൂടാതെ ഞങ്ങളുടെ തന്നെ സെക്യൂരിറ്റിക്കാരുണ്ട്. അങ്ങനെയെല്ലാം വളരെ ഇതായിട്ട് നടക്കും. കേരളത്തിൽ നിന്ന് പുറത്തുനിന്നുള്ള കഴിഞ്ഞ വർഷം മുതൽ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്നു തുടങ്ങി. ഈ വർഷം കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ ആൾക്കാർ വിളിച്ചു ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ വർഷം ഞങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലേക്കാളും കൂടുതൽ ഭക്തജനങ്ങളെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ എന്ന് പറഞ്ഞാൽ ശ്രീരാമസ്വാമിക്ക് അമ്പും വില്ലും, അതായത് കോതണ്ട സമർപ്പണമാണ് സമർപ്പിക്കുക. പിന്നെ കുടുംബ ഐശ്വര്യത്തിനായിട്ട് കുടുംബാർച്ചന എന്ന് പറഞ്ഞൊരു വഴിപാടുണ്ട്. പിന്നെ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല വഴിപാട് പ്രധാനമാണ് ഇവിടുത്തെ. പിന്നെ ഗണപതി ഭഗവാന് ഒറ്റയപ്പം, ഭഗവതിക്ക് കടും പായസം, അങ്ങനെ പല വഴിപാടുകളുണ്ട്. ഇതൊന്നും അല്ലാതെ
ഞാൻ കുണ്ടമർഗ സുബ്രഹ്മണ്യൻ നമ്പൂതിരി, കോട്ടയം ജില്ലയിലെ നാലമ്പല ദർശനത്തിൻ്റെ 4ാമത്തെ ക്ഷേത്രമായ ശത്രുഘ്ന സ്വാമി ക്ഷേത്രത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതായത് ക്ഷേത്രത്തിനകത്ത് പ്രദക്ഷിണം വയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ മതിക്കകത്തോടെ പ്രദക്ഷിണം വയ്ക്കുന്നതിന് പ്രാധാന്യമുണ്ട്. അതിൽ കൂടുതൽ പ്രാധാന്യമുണ്ട് ചുറ്റുമതിലിൻ്റെയും പുറത്തോടെ പ്രദക്ഷിണം വയ്ക്കുന്നതിന്. അതിലും പ്രാധാന്യമുള്ളതാണ് ശരിക്കും രാമപ്രദക്ഷിണം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പം ആ ഒരു സങ്കല്പത്തിൽ ഇവിടുത്തെ നാലമ്പലത്തിന് കൂടുതൽ പ്രാധാന്യം വരുന്നുണ്ട്. രാമപുരം എന്ന് പറയുന്നത് തന്നെ ശ്രീരാമൻ്റെ ആ ഒരു വാസസ്ഥാനം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ആ പേര് കിട്ടിയത്. അവിടെ നിന്നൊരു 2 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാണ് ലക്ഷ്മണസ്വാമി, കൂടപ്പലം ലക്ഷ്മണസ്വാമി ക്ഷേത്രം. അവിടെ നിന്നും ഏതാണ്ടൊരു 3-3.5 കിലോമീറ്റർ വന്നു കഴിയുമ്പോഴേക്കും അമനകര ഭരതസ്വാമി ക്ഷേത്രത്തിലെത്താം. അവിടുന്ന് ഏതാണ്ട് 2 കിലോമീറ്റർ ഇപ്പുറമാണ് ശത്രുഘ്നൻ്റെ ക്ഷേത്രം ഇരിക്കുന്നത്. ഇവിടുന്ന് ഏതാണ്ടൊരു 4 കിലോമീറ്റർ 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ രാമപുരത്ത് തന്നെ തിരിച്ചെത്താം. അപ്പോൾ ഒരു സർക്കിൾ പൂർത്തിയാക്കാൻ പറ്റും. അത് പ്രദക്ഷിണമായിട്ട് തന്നെയാണ് ശരിക്കും ചെയ്തേക്കുന്നത്. ശരിക്കും നാലമ്പലം എന്ന് പറയുന്നത് ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നുള്ള ഒരു ക്രമത്തിലാണ് പലരും ചെയ്യുന്നത്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരുടെ പ്രായത്തിൻ്റെ അനുസരിച്ചുള്ളത്.